ശ്രീ സന്ദീപ് വാര്യർ, എപ്പോഴും വനവാസി വിഭാഗങ്ങളോട് അവഗണിക്കുന്ന ഒരു നയം തന്നെയാണ് സംസ്ഥാന സർക്കാർ തുടർന്നിരുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പോലും ഇപ്പോഴും അപര്യാപ്തമായ നിലയിൽ തന്നെയാണ്. ഊരുകളൊക്കെ അതീവ ശോചനീയ അവസ്ഥയിൽ തന്നെയാണ്. ഒരു മഴ വന്നാൽ, ഒരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വലിയ കഷ്ടപ്പാടാണ്. ഊരുകളിൽ നിന്ന് മറ്റ് ഊരുകളിലേക്ക് പോകാനുള്ള സൗകര്യം പോലും ഇല്ലാതെ തികച്ചും വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യം, ഗർഭിണികൾക്ക് കിലോമീറ്ററുകൾ ആശുപത്രിയിലെത്താൻ താണ്ടേണ്ടി വരുന്നത്, അതും കാൽനട യാത്രയായി, ഇങ്ങനെയൊക്കെയുള്ള അത്രയധികം അതിശോചനീയമായ അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഈ വനവാസി വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടും ഇത്തരത്തിലുള്ള അവഗണന ഈ മന്ത്രിസഭയിൽ നിന്നൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വയനാട് നിന്നൊരു മന്ത്രി എന്നുള്ളത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അതിലെ രാഷ്ട്രീയം തന്നെയാണ്. അവർക്ക് വയനാട്ടിൽ നിന്നൊരു മന്ത്രിയും ഗോത്രവർഗ വിഭാഗത്തിന്റെ ഉന്നതിയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതും എന്നു മാത്രമുള്ളൊരു ലേബലാണോ ആവശ്യം? അതിനുമുമ്പ് ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടിയും ചില ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കാണ്ട്. അദ്ദേഹം പറഞ്ഞത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് ഭൂരഹിതർക്ക് മുഴുവൻ ഭൂമി കൊടുത്തതിന് പുറകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പങ്കിനെ കുറിച്ച് അദ്ദേഹം ഇവിടെയും സൂചിപ്പിച്ചു. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം അത് ഒരുപക്ഷെ അതൊന്ന് ഡീവിയേറ്റ് ചെയ്തു പോയതാണ്. വയനാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് ആദിവാസിക്കാണ് ഭൂപരിഷ്കരണം കൊണ്ട് ഭൂമി കിട്ടിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് വയനാട്ടിലെ ആയിരക്കണക്കിന് ആദിവാസികൾ ഇന്നും സമരഭൂമിയിലുള്ളത്? അവരെ എന്തുകൊണ്ടാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഇന്നും സമരഭൂമിയിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ വർഷങ്ങളായി സമരം ചെയ്യേണ്ട സാഹചര്യമുള്ളത്? എന്തുകൊണ്ടാണ് ആദിവാസികൾക്ക് ഭൂമിക്ക് പട്ടയം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ആദിവാസികളുടെ ഭൂമി പട്ടയം കിട്ടിയ ഭൂമിയിൽ പോലും അവർക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്? അവർക്ക് അറിയാലോ ഏത് സാഹചര്യത്തിൽ കിട്ടി. CK ജാനു നയിച്ചിട്ടുള്ള സമരവും AK ആന്റണി സർക്കാരുമായി ഉണ്ടായ ഒത്തുതീർപ്പൊക്കെ നമുക്കറിയാലോ. അതിലൊന്നും ഇവിടുത്തെ ഇടതുപക്ഷത്തിന് യാതൊരു റോളും ഇല്ല. പക്ഷെ ആദിവാസികൾക്ക് ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പിന്നാമ്പുറങ്ങളിൽ ഭൂരഹിതരായി കഴിയേണ്ടി വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നിട്ടുള്ള വികലമായിട്ടുള്ള ഭൂപരിഷ്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിന് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതൊക്കെ ചെയ്ത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിയാൻ സാധിക്കില്ല. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിങ്ങളില്ല എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. അവർ വ്യാപകമായി അത് സംബന്ധിച്ച് പ്രചരണം നടത്തിയിട്ടുണ്ട്. നോക്കൂ, അത് പറയുന്ന സമയത്ത് ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരില് 15 SC ST വിഭാഗത്തിനുള്ള 15 മന്ത്രിമാരുണ്ട്. 71 ആകെ മന്ത്രിമാരിൽ 15 പേർ SC ST വിഭാഗത്തിലുള്ളവരാണ്. 15 പേർ. 27 പേർ OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 5 പേർ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നവരാണ്. 5 പേർ. അതായത് 71-ൽ 27-ഉം 15-ഉം അതുപോലെ തന്നെ 5-ഉം 20-ഉം 47 പേർ. പ്രധാനമന്ത്രി അടക്കം 47 പേർ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗം എന്നുള്ളവരാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലായിരുന്നു 60% മന്ത്രിമാരും പ്രധാനമന്ത്രിയും പിന്നോക്ക ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. 7 പേർ സ്ത്രീകളാണ്. 7 പേർ സ്ത്രീകളാണ്. 47 പേർ പിന്നോക്ക ജനവിഭാഗങ്ങളുള്ളവരാണ്. ആകെ 71-ൽ പ്രധാനമന്ത്രി അടക്കം. ഇതുപോലെ ചരിത്രത്തിൽ മറ്റൊരു സർക്കാരിണ്ടായിട്ടുണ്ടോ? എന്നിട്ടാണ് നിങ്ങൾ മോദി സർക്കാരിനെ ഏതെങ്കിലും വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നവർ അല്ലെങ്കിൽ ദുർബലരായവരെ മാറ്റി നിർത്തുന്നവർ ആക്ഷേപിക്കുന്നത്? ഈ 5 മതന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള മന്ത്രിമാർ ആരൊക്കെയാ? അവരിൽ 2 പേർ ഇന്നേ വരെ ചരിത്രത്തിൽ എവിടെയും അധികാരം കിട്ടിയിട്ടില്ലാത്ത ബൗദ്ധ വിഭാഗത്തിലുള്ളവരാണ്. ബുദ്ധിസ്റ്റുകളായിട്ടുള്ള 2 മന്ത്രിമാരാണ് നരേന്ദ്രമോദി സർക്കാരിലുള്ളത്. 2 പേർ സിഖ് വിഭാഗത്തിനാണ്. ഒരാൾ നിങ്ങളൊക്കെ ഇപ്പോ കളിയാക്കുന്ന അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കാണാൻ പോയി മന്ത്രിയായി എന്ന് പറയുന്ന ശ്രീ ജോർജ് കുര്യൻ ഉണ്ടല്ലോ. അദ്ദേഹം ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളാണ്. ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്ന സമയത്ത് അദ്ദേഹം BJP എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ 10-40 വർഷക്കാലമായി നിരന്തരമായി പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം കൂടിയാണ്. ഒരു ആത്മാർത്ഥതയുള്ള കാര്യകർത്താവിന് കിട്ടിയിട്ടുള്ള പാർട്ടിയുടെ അംഗീകാരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇത്രയും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പിന്നോക്കാദി വിഭാഗങ്ങൾക്കുമൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി അടക്കം പിന്നോക്ക ജനവിഭാഗത്താണ്. അപ്പൊ അവിടെയാണ് പൂർണ്ണമായും സവർണവൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്നത്. CPM-ന്റെ സമുന്നതമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേർ SC ST വിഭാഗത്തിനുണ്ട്? ഷെഡ്യൂൾ ട്രൈബ്, ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിന് എത്ര പേരുണ്ട്? നാളിതുവരെ എത്ര പേര് വന്നിട്ടുണ്ട്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പട്ടികജാതിക്കാരനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ സാധിച്ചിട്ടില്ല?
അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടായിരുന്ന രാധാകൃഷ്ണനെ രാജിവെപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിച്ച് മരുമകന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തടസ്സം വരാതിരിക്കാനല്ലേ ഈ നാടകമൊക്കെ ഉണ്ടായത്? ആർക്കാ ഇതൊക്കെ അറിയാത്തത്? പിന്നെ ബലദേവ് പറഞ്ഞൊരു കാര്യം, പിണറായി സർക്കാർ എന്ന് പറയാറില്ല, LDF സർക്കാർ എന്നാണ് പറയാറുള്ളതാണ്. അദ്ദേഹം ഈ കേരള സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. അതിന്റെ തലക്കെട്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആണ്. രണ്ടാം പിണറായി സർക്കാർ എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ വരെ അവകാശപ്പെടുന്നത്. പിന്നെ സ്വാഭാവികമല്ലേ, ഭരണത്തലവന്റെ പേരിലാണ് ഗവൺമെന്റ് അറിയപ്പെടുക. കേരളത്തിൽ പിണറായി സർക്കാർ എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും മോദി ഗവൺമെന്റ് എന്ന് പറയും. ഞങ്ങൾ മൂന്നാം മോദി സർക്കാർ എന്നാണ് പറയുന്നത്. മോദി ഗവൺമെന്റ് ആണ്. എന്തായാലും തർക്കമുള്ളത്? നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായിട്ടാണ്. തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കിയിട്ടുള്ള മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പ്രഖ്യാപിച്ച് പരസ്പരം ഒരു സംസ്ഥാനങ്ങളിലും മത്സരിക്കാതെ ഒരൊറ്റ മുന്നണിയായി നേരിട്ട് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികാരത്തിലുള്ളത്. നിങ്ങളുടെ ഇന്ത്യ മുന്നണിയോ പരസ്പരം പല സംസ്ഥാനങ്ങളിലും മത്സരിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം രൂപപ്പെട്ടിട്ടുള്ള ഒരു മുന്നണിയായിട്ടാണ് ഇന്ത്യ മുന്നണി വരുന്നത്. മമതാ ബാനർജി മുന്നണിയിലല്ലോ. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും വ്യത്യസ്തമായിട്ടല്ലേ മത്സരിച്ചത്? പല സംസ്ഥാനങ്ങളും നിങ്ങളുടെ മുന്നണിയുള്ള പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിച്ചില്ലേ? NDA മുന്നണിയിൽ ഏതെങ്കിലും ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കെതിരെ ഏതെങ്കിലും സംസ്ഥാനത്ത് മത്സരിച്ചിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളുടെ ഇത് പ്രീ പോൾ അലയൻസ് ആയിരുന്നു. ആ പ്രീ പോൾ അലയൻസിന്റെ രാജ്യത്ത് ജനങ്ങൾ മൂന്നാമതും അംഗീകാരം കൊടുത്തു. ഇതൊരു ചരിത്രമാണ്. നെഹ്റുവിന് ശേഷം മൂന്നാമതും തുടർച്ചയായി പ്രധാനമന്ത്രിക്ക് രാജ്യത്ത് ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കുകയാണ്. നെഹ്റുവിന്റെ കാലത്ത് ഒരു പ്രതിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഞങ്ങൾ രാജ്യത്ത് ജനങ്ങളെ അഭിമുഖീകരിച്ച് നരേന്ദ്രമോദിക്ക് മൂന്നാമതും ജനങ്ങൾ അംഗീകാരം കൊടുത്ത് അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏറ്റവും അധികം മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏറ്റവും അധികം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏറ്റവും അധികം എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു, എല്ലാ പ്രാദേശിക വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു. നോർത്ത് ഈസ്റ്റിന് പ്രാധാന്യം കൊടുത്തു, ദക്ഷിണേന്ത്യക്ക് പ്രാധാന്യം കിട്ടി, എല്ലാ മേഖലകൾക്കും പ്രാധാന്യം കിട്ടി. ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് സർക്കാർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അവിടെയാണ് നരേന്ദ്രമോദി സർക്കാരും BJP-യും ഒക്കെ നിങ്ങൾ വ്യത്യസ്തരാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ ഇപ്പോഴും വനിതാ മന്ത്രിമാരുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കാറില്ലല്ലോ പലപ്പോഴും. ഒരു ഗൗരിയമ്മയ്ക്ക് ശേഷം വ്യവസായ വകുപ്പ് പോലെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പോലെ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും വകുപ്പ് കേരളത്തിൽ സ്ത്രീകൾ കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് പോലും സർ ഒരു സ്ത്രീയാണ് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ്ത്രീയാണ്. ഇതാണ് BJP-യും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം.